ഇതുവരെ നമ്മളെ അനുഗ്രഹിച്ച് വഴിനടത്തിയ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങൾ ഓർത്ത് നമുക്കറിയാം എങ്ങനെയൊക്കെ നമ്മൾ നടന്നിരുന്നു എന്നല്ലേ. ഈ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. ഈ ഭൂമിയിൽ നന്മകൾ മാത്രമല്ല, സ്വർഗ്ഗീയ നന്മകൾ പ്രാപിക്കുന്ന ഒരു സമയം. ആമേൻ. ഹല്ലേലൂയ. ഏത് അവസ്ഥയിലും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ അല്ലേ. വഴി നടത്തുവാൻ, കരം പിടിക്കുവാൻ യേശുവിന്റെ കൂടെയും എന്റെ ആവശ്യങ്ങളിൽ മതിയാകാനാണ് എന്റെ യേശു വിശ്വസിച്ചോട് പാടാം. എങ്ങനെയാണ് നാളും കഴിഞ്ഞു പോയി എനിക്കറിയില്ല കർത്താവേ. നീ എന്നെ കരം പിടിച്ചതാ, നീ എന്നെ വഴി നടത്തിയതാ. പ്രതികൂലത്തിൽ നടക്കുകയും എന്നെ കരം പിടിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ആ ജയത്തോട് നടപ്പാൻ എങ്ങനെ ജയമാണ് എനിക്ക് കാണുന്നത്, ആ ജയമാണ് എന്നെ നടത്തുന്നത്, ആ സ്നേഹമാണ് എന്നെ കരം പിടിച്ചിരിക്കുന്നത്. ഒന്നാളും എന്റെ സ്നേഹം ഒന്നാളും പ്രബോധനം പറഞ്ഞ യേശു നന്ദി 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 യേശുവേ. നന്ദി 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 യേശുവേ. സ്നേഹം കൊണ്ടാണ് രാവിലെ പകലിലും അതുകൊണ്ട് നന്ദി 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 യേശുവേ. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. വിശ്വാസത്തിൽ ആരംഭം നീയേ. യേശുവേ. ഓ നന്ദി നന്ദി. അതിനെ തുറന്നു പാടിയാട്ടെ. നന്ദി അറിയിച്ചാട്ടെ. യേശുവേ നന്ദിയപ്പ, നന്ദിയപ്പ, ശക്തീകരിച്ചായ നന്ദിയപ്പ, നന്ദിയപ്പ. നന്ദി 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 യേശുവേ. വിശ്വാസത്തിൽ 40 നാളോളം കൂടെ ജീവനുണ്ടെന്ന് ഉറപ്പിക്കുകയും യേശു അങ്ങ് മാത്രമപ്പ ജീവനുണ്ടെന്ന് ഉറപ്പിക്കുകയും നാഥൻ പോയതുപോലെയും വേഗം വേഗം വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. നാഥൻ പോയതുപോലെയും വന്നിടും. ആത്മബലത്തോടെ നാം കാത്തിരുന്നിടാം. യേശുവേ നന്ദി 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 യേശുവേ. യേശുവേ നന്ദി നന്ദി നന്ദി
എങ്ങനെ കഴിഞ്ഞു പോയോ ഞാൻ നിനച്ചതിലും അധികം എന്നെ അത്യന്തം പരമായോ എങ്ങനെ കഴിഞ്ഞു പോയോ അങ്ങനെ ഞങ്ങളെ പിടിച്ചതായ നന്ദി കർത്താവേ, ഞങ്ങളെ ഉയർത്തുവാൻ അങ്ങോട്ട് കർത്താവേ, മറ്റുള്ളവരും ഞങ്ങൾ ആശ്രയം വെക്കില്ലപ്പാ. ഞങ്ങളുടെ ആശ്രയം അങ്ങയിലാണ് യേശുവേ. അപ്പാ നന്ദിയപ്പാ. ഈ ലോകം അല്ലെ താൽക്കാലികമാണ്, എന്നാൽ വരുവാനുള്ളത് ദൈവത്തെ യേശുവിനെ ആത്മാവിൽ കാണുന്നൊരു അനുഭവം. ആമേൻ ഹല്ലേലൂയ. ജോൺ 14:9 ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ടും പിതാവിനെ കാണണമെന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ യേശു പറയുക, ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ. ആമേൻ ഹല്ലേലൂയ. ആത്മാവിൽ നിറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ യേശുവിനെ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മാറോട് ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ. ആമേൻ. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പൊഴുത്തും ഞാൻ എന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നമുക്ക് ആ ആഗ്രഹം എപ്പോഴും വാഴ്ത്തുവാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹം എവിടെന്നാ വരുന്നത്? ആ ബന്ധത്തിലാണ്. ആമേൻ ഹല്ലേലൂയ. ദാവീദ് ആ ബന്ധത്തിൽ നടന്നപ്പോഴൊക്കെയും ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ ഹൃദയങ്ങളുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഉൽപ്പത്തി മുതലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ യേശുവിന്റെ സ്നേഹത്തെ, ഈ ദൈവത്തിന്റെ സ്നേഹത്തെ, അല്ലേ? 1:9 ഉൽപ്പത്തി. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നീ എവിടെ? കാരണം അവൻ പറയാം, ഇല്ലേ ഞാൻ വീണുപോയി, അല്ലെ ഞാൻ നഗ്നനെന്ന് അറിയുന്നു. പക്ഷെ തേടി വരുന്നൊരു സ്നേഹം. ആമേൻ ഹല്ലേലൂയ. ദൈവം ചോദിച്ചോ നീ പാപം ചെയ്തെന്നോ, നീ എന്താ ലംഘനം ചെയ്തെന്നോ, എന്തെങ്കിലും ചോദിച്ചോ? ദൈവം എല്ലാം കാണുന്നില്ലേ? പക്ഷെ എന്ത് ചെയ്തു? നീ എവിടെ? നമ്മുടെ ഹൃദയ കർത്താവ് നോക്കിയ. ആമേൻ ഹല്ലേലൂയ. ദാവീദ് സങ്കീർത്തനം 51 വായിക്കുമ്പോൾ നമുക്കറിയാം, ദാവീദ് കുറവുകൾ സംഭവിച്ചപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ നെടുപാട് വീണു. ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ദൈവമേ നീ എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണ ബോധപ്രകാരം നമ്മളെ ഹൃദയ ദൈവത്തോടുള്ള ബന്ധം, നമ്മളൊരു നല്ലൊരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നല്ലൊരു ഒരു വ്യക്തിയോ നമ്മള് അല്ലെ അത്രയും ബന്ധത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് വഴക്കിടുകയോ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളോടുള്ള ദുഃഖം വരും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ഷമ ചോദിക്കും, അല്ലേ? നമ്മൾ ഇത്രത്തോളം സ്നേഹിച്ച് നമ്മളെ വീണ്ടും നമ്മളെ സ്നേഹിക്കുവാൻ അടുത്ത് നിൽക്കുന്ന ഉൽപ്പത്തി മുതൽ വായിക്കുമ്പോൾ നോഹ, അബ്രഹാം, മോശ ഇങ്ങനെയുള്ള ദൈവഭക്തന്മാരിലൂടെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നതായി നമുക്ക് കാണാം. നമ്മൾ തള്ളിക്കളഞ്ഞൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നമ്മളെ സ്നേഹിച്ച് സ്വർഗത്തിൽ മഹിമ വെടിഞ്ഞ് താണിറങ്ങി ഭൂമിയിൽ നമ്മളെ കരം പിടിച്ചുയർത്തിയ ദൈവത്തെയാണ്. നാശനമായി കുടിക്കുന്നത് നമ്മളെ ചേറ്റിരിക്കുന്നത് നമ്മളെ കരം പിടിച്ചുയർത്തി സ്വർഗത്തെ സ്ഥലത്തിലേക്ക് ചേർക്കുവാൻ വന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം തന്നെ അതിന്റെ 3:16 വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് എന്തോരം കുറ്റം പറയാൻ പറ്റും? പറ, ഒരു കുറ്റം ദൈവം പറയുന്നു. നിന്റെ ആദ്യ സ്നേഹം വേറെ നമ്മളെ കുറ്റപ്പെടുത്തുവാനല്ല കർത്താവ് വന്നത്, വിധിക്കാനല്ല നമ്മളെ വന്നത്. എന്തിനാ നമ്മളെ നീതീകരിച്ചത്? വീണ്ടും കുറ്റം വിധിക്കുവാനല്ല. എന്താ പറയുന്നത്? രക്ഷിപ്പാനത്രേ. ആമേൻ ഹല്ലേലൂയ. ഇതിന്റെ ആദ്യ സ്നേഹം അല്ലേ? അത് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്താൽ മതി. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിൽ ഓർത്താൽ മതി. നമ്മളെ ഏറ്റു പറയാറുണ്ടോ നമ്മുടെ സാഹചര്യങ്ങളിൽ? ആമേൻ ഹല്ലേലൂയ. കാരണം സ്നേഹത്തെ നമ്മൾ ഈ അറിഞ്ഞ സ്നേഹം, ആമേൻ ഹല്ലേലൂയ, നമ്മളെ ഉയർത്തുമ്പോഴാണ് ഹല്ലേലൂയ ഫലമുണ്ടാകുന്നത്. ആമേൻ സ്തോത്രം. നമ്മളെ പോലും അറിയത്തില്ല ഫലമുണ്ടാകുന്നത്. ആമേൻ സ്തോത്രം. പല പ്രതിസന്ധികളിലൂടെ പോയപ്പോഴൊക്കെയും നമ്മളെ കരം പിടിച്ച സ്നേഹം അതറിയുവാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദൈവത്തിന്റെ വചനത്തോട് ചേർന്നിരിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള 3 കാര്യങ്ങളെ ഞാൻ പറയുമ്പോൾ എൻ്റെ യേശു വചനമായി രക്ഷയിലൂടെ പോകണം. ആമേൻ ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നമ്മളെ വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ